ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബോൾഗാട്ടി സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ വികാരിയച്ഛനാണ്, ജോൺ ക്രിസ്റ്റഫർ അച്ഛൻ. ഈ ഒരു പോപ്പുലർ മിഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ മിഷനിൽ പങ്കുചേരുന്നത്. അപ്പോൾ എൻ്റെ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോഴും ഒരുപാട് പേര് എനിക്ക് തന്നിരുന്ന ഫീഡ്ബാക്ക്, ഇതുവരെ പള്ളിയിൽ വരാത്തവരെയൊക്കെ അച്ഛനെ കാണാൻ പറ്റും. അത് ഞാൻ 1 വർഷത്തോളമായി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഈ 5ാം ദിവസത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ ഇടവകയിലും നടത്തേണ്ട ഒരു ആത്മീയ ഉണർവിൻ്റെ ഒരു ഉത്സവമാണ്. അതുവഴി ഒരുപാട് പേരിലേക്ക് കർത്താവിൻ്റെ സ്നേഹവും ഉണർവും ഒക്കെ പകരാൻ ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇടവകയിലെ എല്ലാ വീടുകളും ഇവിടെ വന്ന അച്ഛന്മാർ സന്ദർശിക്കുകയും അവരെല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവർ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒരു 75% ആൾക്കാർ ഇവിടെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. നമ്മുടെ ഇടവകയുടെ വികാരിയായ പ്രിയ ബഹുമാനപ്പെട്ട ജോൺ ക്രിസ്റ്റഫർ അച്ഛൻ ഈ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വരെ ഈ ഇടവകയിലെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം നൽകിയിരുന്ന ഡയറക്ടർ അച്ഛൻ പ്രിയ ബഹുമാനപ്പെട്ട ജോജോ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ സഹകാരിയായ പ്രിയ ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും ഇവിടുത്തെ ഗാനാലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെയും, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെയും, പ്രിയപ്പെട്ട യുവതി യുവാക്കളെയും, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, കുഞ്ഞഞ്ചത്തിമാരെ, എനിക്കതിയായ സന്തോഷമുണ്ട്. വളരെ ഊർജ്ജസ്വലതയോടുകൂടെ കർത്താവിൻ്റെ അരൂപിയാൽ നിറയപ്പെട്ട ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഈ സായാഹ്നത്തിൽ ഇവിടെ സമാപിക്കുമ്പോൾ നിങ്ങളോടൊപ്പമായിരിക്കുന്നതിലും നിങ്ങൾക്ക് ഈ സമാപന സന്ദേശം നൽകുവാനായിട്ട് എനിക്ക് അവസരം നൽകിയതിലും ജോൺ ക്രിസ്റ്റഫർ അച്ഛനോടും അതുപോലെ തന്നെ ഇത് നയിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരോടും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി അർപ്പിച്ചു കൊള്ളട്ടെ. തീർച്ചയായും ഈ ദിവസങ്ങൾ നമ്മളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബയോഗങ്ങളിലും നമ്മുടെ ഇടവക മുഴുവനും ഈ പ്രദേശം മുഴുവനും ദൈവത്തിൻ്റെ അരൂപിയാൽ നിറഞ്ഞുകൊണ്ട് കാരുണ്യവാനായ പിതാവായ ദൈവം നമ്മളെ അനുഗ്രഹവർഷത്താൽ നിറയ്ക്കുകയായിരുന്നു. ആ പിതാവായ ദൈവത്തോട് നമുക്ക് നന്ദി അർപ്പിക്കാം. അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ വികാരി അച്ഛൻ ജോൺ ക്രിസ്റ്റഫർ അച്ഛനും അദ്ദേഹത്തോടൊപ്പം കൈകോർത്ത് നിന്ന് പ്രവർത്തിച്ച കേന്ദ്രസമിതി അംഗങ്ങൾക്കും
പാരിഷ് കൗൺസിൽ അംഗങ്ങൾക്കും കൈക്കാരന്മാർക്കും കുടുംബയോഗ ലീഡർമാർക്കും എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ നന്ദിയും അർപ്പിക്കുകയാണ്. നമ്മളുടെ അതിരൂപതയുടെ അധ്യക്ഷനായ അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിൻ്റെ പേരിലും സഹായമെത്രാൻ അഭിവന്യ ആൻ്റണി വാലുങ്കൽ പിതാവിൻ്റെ പേരിലും നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെയും അഭിനന്ദനത്തിൻ്റെയും നന്ദിയുടെയുമായ ആ ആശംസകൾ ഞാൻ ആരംഭത്തിലെ തന്നെ നേർന്നുകൊള്ളട്ടെ. നമ്മളെല്ലാവരും ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ അരൂപിയിൽ നിലകൊള്ളുമ്പോൾ ഈ സായാഹ്നത്തിൽ ഇത് ഇവിടെ വെച്ച് നമ്മൾ സമാപിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ചോദ്യം പലതുമുണ്ടാകാം. എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി എങ്ങനെ എന്നുള്ളതായിരിക്കും. ഈ ദിവസങ്ങൾ വളരെ സജീവമായി ദൈവവചനത്താൽ നിറയപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. അവിടുന്ന് നമ്മളെല്ലാവരെയും അവിടുന്നുമായി രമ്യപ്പെടുത്തിക്കൊണ്ട് കർത്താവായ യേശുവിൻ്റെയും ആ പുനരുത്ഥാന മഹോത്സവത്തിനായിട്ട് നമ്മളെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരുക്കുകയായിരുന്നു. ഇനി എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അവിടെയും എനിക്ക് മറുപടിയായി കിട്ടിയത് നമ്മുടെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ചില വാക്യങ്ങളാണ്. അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസ് കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം അന്നത്തെ ആ ജനതയെ കണ്ട് അവരോട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവരും ചോദിച്ചത് ഇതാണ്: സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആ മറുപടിയും നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ തുടർന്ന് എപ്രകാരമാണ് ഈ ആദ്യത്തെ ക്രൈസ്തവ സമൂഹം ജീവിച്ചിരുന്നത് എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 42-ാം വാക്യത്തിൽ വളരെ ചുരുക്കമായ 4 പ്രധാനപ്പെട്ട വാക്കുകളിലൂടെ നമ്മളോട് പറഞ്ഞു തരികയാണ്. അതിപ്രകാരമാണ്: അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു. ശ്രദ്ധിക്കുക, അപ്പസ്തോലന്മാരുടെ പ്രബോധനം എന്താണത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളുടെ വിശ്വാസ പ്രമാണം. അതാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും രത്നച്ചുരുക്കം. ആ വിശ്വാസത്തിൽ അവർ അനുദിനം താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നു. അവർ അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചു, ആ വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കി, ആ വിശ്വാസത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് അവർ അക്ഷീണം പരിശ്രമിച്ചു. അതാണ് ആദ്യമായിട്ട് ആ ആദിമസഭയിലെ ക്രൈസ്തവർ ചെയ്ത കാര്യം. ഞാൻ ചുരുക്കത്തിൽ പറയുകയാണ്. രണ്ടാമതായിട്ട് കൂട്ടായ്മ. ഇത്
ആദിമ ക്രൈസ്തവ സഭയുടെ അവരെ നിലനിർത്തിക്കൊണ്ടുവന്ന, അവരെ മുന്നോട്ട് നയിച്ച ആ വലിയ സംഗതിയായിരുന്നു കൂട്ടായ്മ. അവർ പരസ്പരം ദൈവത്തിൻ്റെ മക്കളാണെന്ന് മനസ്സിലാക്കി, ഒരേ വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്ന വലിയ ഒരു സമൂഹമായിട്ട്, കൂട്ടായ്മയായി അവർ മാറുകയായിരുന്നു. അവർ വിശ്വാസം അത് പഠിക്കുകയും അതോടൊപ്പം തന്നെ അത് പരസ്പരം പങ്കുവയ്ക്കുകയും പരസ്പരം മറ്റുള്ളവർക്ക് ആ വിശ്വാസത്തിൻ്റെ സാക്ഷികളായി മാറുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആ ആദിമ ക്രൈസ്തവ സമൂഹം നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സിനഡാത്മകമായ ഒരു സഭയായിരുന്നു അത്. പരസ്പരം ഐക്യത്തോടുകൂടി പരസ്പരം തങ്ങളുടേതായ ആശയങ്ങൾ കൈമാറിക്കൊണ്ട് പരസ്പരം ഓരോരുത്തരെയും വളർന്നു വരുവാൻ, വിശ്വാസത്തിൽ വളർന്നു വരുവാൻ പ്രോത്സാഹനം നൽകിക്കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്ന വിശ്വാസത്തിൻ്റെ ഒരു ജീവിതം അവർ നയിച്ചിരുന്നു. അതാണ് കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യമായിട്ട് പറയുക അപ്പം മുറിക്കൽ എന്ന് വെച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഷയിൽ അപ്പം മുറിക്കൽ എന്ന് വെച്ചാൽ വിശുദ്ധ കുർബാന എന്ന അർത്ഥം. നമ്മൾ തുടർന്ന് വായിക്കുന്നുണ്ട്, അവർ ഏകമനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദൈവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ധ്യാനം കഴിഞ്ഞു പോയാലും നമ്മളുടെ അനുദിനമുള്ള അല്ലെങ്കിൽ ഞായറാഴ്ചയിലുള്ള ദിവ്യബലിയിലുള്ള പങ്കാളിത്തം ആഹ്ലാദത്തോടും ഭക്തിപൂർവകവും സജീവവുമാക്കി മാറ്റുന്നതിനായിട്ട് നമ്മൾക്ക് പരിശ്രമിക്കാം. ആബാ പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാമേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഗായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഗായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന, കൈകൾ ഉയർത്തി ആരാധന, എഴുന്നേറ്റ് നിന്ന് ആരാധന, അങ്ങേക്ക് ആരാധന. കരങ്ങൾ വീശി പാടിക്കേ. ആരാധന, ആമേൻ. ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. എല്ലാവരും പാടിക്കേ. ആരാധന, ആരാധന, ആമേൻ. ആരാധന, ആരാധന, അങ്ങേക്ക് ആരാധന. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൽത്താരയിലുള്ള ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദീപികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിച്ച പരിശുദ്ധ പരമദീപികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. മുന്നോട്ടുള്ള വഴികളിൽ അത്ഭുതകരമായി ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ പരമദീപികാരുണ്ണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുമുണ്ടായിരിക്കട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നന്നായിട്ട് പ്രാർത്ഥിച്ചേ. പ്രത്യേകിച്ച് ഈ ഒരാഴ്ചക്കാലം ദൈവം ചൊരിഞ്ഞ അത്ഭുതകരമായ കൃപകൾക്ക് നന്ദി പറയുക. പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ദൈവം എല്ലാം അനുകൂലമാക്കി മാറ്റി. യെസ്, ഈ
പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നീ വിശ്വസിക്കുക. ഒരുപക്ഷെ ചിലർക്ക് വലിയ ഭാരമുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ പങ്കെടുക്കും, അനുകൂലമായ കാലാവസ്ഥ ഇല്ലല്ലോ, ഈ ദിവസങ്ങളിൽ എങ്ങനെ രാവിലെ എഴുന്നേൽക്കും, എത്ര വൈകി എങ്ങനെ ശുശ്രൂഷയിൽ പങ്കെടുക്കും, അനേക ചോദ്യങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാവെല്ലാം ക്രമീകരിച്ചു. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതേ പരിശുദ്ധാത്മാവ് ഇനി നിന്റെ മുന്നോട്ടുള്ള ഓരോ വഴികളിലും അത്ഭുതകരമായി നിന്നിൽ ഇടപെടാൻ പോകുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഇനിയും അവസാനിക്കാത്ത ഒത്തിരിയേറെ ചോദ്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടാകും. എൻ്റെ വീട്ടിലെ കാര്യം, എൻ്റെ കടബാധ്യത, എൻ്റെ മക്കളെക്കുറിച്ചുള്ള ചിന്ത, ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള ചിന്ത, നാളെ എന്തായി തീരും, വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, എൻ്റെ ദൈവമേ ഇനി എന്തായി തീരും. ഒറ്റ കാര്യം മനസ്സിൽ ഉറപ്പിച്ചുകൊള്ളുക, പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കാനുള്ള തീരുമാനം. നിന്റെ ജീവിതം ഇത്രയും നാളും എന്ത് ആയിരുന്നുവെന്നുള്ളതല്ല, ഇനി നീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും നാളും നിന്റെ ജീവിതം എന്തായിരുന്നുവെന്നല്ല, ഇനി പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന ശുശ്രൂഷ സമയം പരിശുദ്ധ അൾത്താര നിന്നോട് ചോദിക്കുന്ന കാര്യം, ഇനി നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരിയേറെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റായ തീരുമാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പരാജയങ്ങളും കണ്ണുനീരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി എന്താണ് എൻ്റെ ജീവിതം? കൃത്യം വ്യക്തമാണ്. ലൂക്കാസ് വിശേഷം 12:12 പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിക്കും, പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ കേൾക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അടുത്തുള്ളവരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട. ഇനി ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി മാത്രം ഒരു പ്രത്യേകമായ അഭിഷേകം നൽകുന്ന സമയമാണ്. ഈ അഭിഷേകം നിനക്ക് നാളെ കിട്ടണമെന്ന് നിർബന്ധമില്ല, അടുത്ത ആഴ്ച കിട്ടണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഈ ശുശ്രൂഷ നിനക്ക് സമ്മാനിക്കുന്ന ഒന്നാണ് ഈ ശുശ്രൂഷയുടെ അഭിഷേകം. രണ്ട് കരങ്ങൾ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചോ. അടുത്തുള്ളവരെങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ, മറിച്ച് നീ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനനുസരിച്ച് ഒരല്പസമയം ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്, ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്ന ജീവിതം, ഒരു കുഞ്ഞിനെ പോലെ ദൈവത്തിന് മുമ്പിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, ദൈവം നിനക്ക് തന്നിട്ടുള്ള കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോണം. ഉയർത്തിയ കൈകൾ ശൂന്യമാണ്. ഈ ശൂന്യമായ കൈകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിന്റെ ജീവിതത്തിന്റെ നാളുകളെക്കുറിച്ചുള്ള ആകുലതയും ഭാരവും എല്ലാം കൊടുത്തുകൊണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ എന്ന് വിളിക്കുന്ന സമയം, ഭാഷാവരത്തിലൊക്കെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കപ്പെട്ടവർ അപ്രകാരം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണം. ഒരുപക്ഷെ നീണ്ട നാളുകളായി പ്രാർത്ഥനയൊക്കെ മുടങ്ങിപ്പോയി, മരവിച്ചുപോയി, ഉണങ്ങിപ്പോയ അനേകരുണ്ട്. എന്നാൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ വീണ്ടും അനേകരെ പരിശുദ്ധാത്മാവ് ജ്വലിപ്പിക്കുന്നു. ഉണങ്ങിപ്പോയ അസ്ഥികളെ ഇതാ വീണ്ടും ജ്വലിപ്പിക്കുന്നു. എസെക്കിയേലിന്റെ പ്രവചനം 37:3 ഇതാ ഉണങ്ങി വരേണ്ട അസ്ഥികൾക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ ജീവൻ കിട്ടിയതുപോലെ ഇപ്പോൾ ഈ ബോൾഗാട്ടി ദേശത്തിലുള്ള ദൈവജനത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരുമ്പോൾ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളായിട്ട് മാറും, അത്ഭുതകരമായിട്ടുള്ള മനസ്സിന്റെ ഭാരം മാറ്റുന്ന ശുശ്രൂഷയായിട്ട് മാറും. നിന്റെ കുടുംബത്തിന്റെ കടബാധ്യതയിലേക്ക്, നിന്റെ കുടുംബത്തിന്റെ തീരാത്ത ദുഃഖത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒരു കാറ്റടിക്കുന്ന സമയം. അപ്പസ്തോല പ്രവർത്തന 2-1 മുതലുള്ള വചനം, ഇതാ പന്തക്കുസ്താ ദിനം ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ തീനാവിന്റെ രൂപത്തിൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു. 2-4 പറയുന്നു, പരിശുദ്ധാത്മാവ് അവരുടെ മേലെല്ലാം നിറഞ്ഞു. ഭാഷാവരത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് എടുത്ത് കൃപയനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകൾ അടച്ചുകൊണ്ട് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രേരണ നൽകുന്നത്, അതുപോലെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എത്രത്തോളം ഉച്ചത്തിൽ ഈശോയെന്ന് വിളിക്കാമോ അത്രത്തോളം ഉച്ചത്തിൽ എല്ലാവരും വിളിക്കട്ടെ. സ്വരമുയരട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി, അപാപിതാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ദേശത്തേക്ക് ഒരു കാറ്റായി വീശട്ടെ. ഒരു പരിശുദ്ധാത്മാവിന്റെ കാറ്റായി, ഒരു തീ കത്തുന്ന അഭിഷേകമായിട്ട് മാറട്ടെ. പോരാ പോരാ പോരാ, കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി, ഈശോയേ. അഭിഷേകത്തിന്റെ ആത്മാവ് കത്തിപ്പടരും. ആമേൻ. കൈകൾ അടിച്ച് ശക്തിയോടെ പോരാ, നല്ല കൈയടി. ആമേൻ. എല്ലാവരും കണ്ണുകളടച്ച് കൈയടിച്ച് ശരീരത്തിലേക്ക് ഒരു അഭിഷേകം വെളിപ്പെടട്ടെ. ഇപ്പോൾ തന്നെ
ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ മേൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ. ആത്മാവിത്തീയെ സ്വർഗീയ തീയെ എന്റെ ഉള്ളിലാളി കത്തിവാ. ആമേൻ. യേശുവിൻ നാമമുയർത്ത എന്റെ ഉള്ളിലാളി കത്തിവാ. ആഗ്രഹിച്ച് പാടുകേ. ആത്മാവിൻ തീയെ സ്വർഗീയ തീയെ എന്റെ ഉള്ളിലാളി കത്തിവാ. ആമേൻ. യേശുവിൻ നാമമുയർത്ത എന്റെ ഉള്ളിലാളി കത്തിവാ. ചേർന്ന് ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. Yes. ഞാൻ നിന്റെ വേളയെ തികച്ചിടാം. ഞാൻ നിനക്കായി കത്തിയെരിഞ്ഞിടാം. ഞാൻ നിന്റെ വേളയെ തികച്ചിടാം. നിനക്കായിട്ടല്ലോ ഈ ജീവിതം എന്റെ യേശുവേ. നിനക്കായിട്ടല്ലോ നിനക്കായിട്ടല്ലോ ഈ ജീവിതം. എന്റെ യേശുവേ. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് അഗ്നിയായി ഇറങ്ങണമേ. കൈകൾ അടിച്ച് ശക്തിയായി വെളിപ്പെടണേ. അഗ്നിയായി ഇറങ്ങണമേ. ആമേൻ. ശക്തിയായി വെളിപ്പെടണേ. ഒഴുകണേ, ഒഴുകണേ. ആത്മശക്തിയായി ഒഴുകണമേ. പഠിക്കേ. ഒഴുകണേ, ഒഴുകണേ. ആത്മശക്തിയായി ഒഴുകണമേ. കർത്താവേ, നിന്റെ ആത്മാവാൽ എൻ്റെ ഈ ശിരസിനെ വിശുദ്ധീകരിക്കണമേ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന മണിക്കൂറിൽ എൻ്റെ തലയ്ക്കകത്തിരിക്കുന്ന ചിന്തകളുടെ മേൽ ആത്മാവ് പറന്നിറങ്ങട്ടെ. ഒത്തിരി എതിർചിന്തകൾ ഈ കാലഘട്ടത്തിൽ പല വഴികളിൽ തലയ്ക്കകത്ത് കടന്നു വന്നിട്ടുണ്ടാകും. പരിശുദ്ധാത്മാവേ, എൻ്റെ തലയ്ക്കകത്തുള്ള എല്ലാ ചിന്തകളെയും ഇപ്പോൾ ഈ നിമിഷം വിശുദ്ധീകരിക്കണമേ. ആരെങ്കിലും പറഞ്ഞ ചില കാര്യങ്ങൾ തലയ്ക്കകത്തിരിപ്പുണ്ടാവും. തിരുസഭയുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും എതിർചിന്തകൾ തലയ്ക്കകത്തിരിപ്പുണ്ടാവും. ഇന്നോളം നിന്നെ കണ്ണുനീര് കുടിപ്പിച്ച ചില അനുഭവങ്ങളും ചില വ്യക്തികളും നിന്റെ തലയ്ക്കകത്തിരിപ്പുണ്ടാവും. ഇപ്പോൾ ഈ സമയം പരിശുദ്ധാത്മാവേ, എൻ്റെ ശിരസിനുള്ളിൽ വിശുദ്ധീകരിക്കണമേ. ഓർമ്മകളെ വിശുദ്ധീകരിക്കണമേ. ചിലപ്പോൾ ചില പാപകരമായ കാര്യങ്ങൾ തലയ്ക്കകത്തിരിപ്പുണ്ടാവും. വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ ആ ഓർമ്മകൾ നിന്നെ പീഡിപ്പിക്കും. ഈ സമയം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, എൻ്റെ ശിരസിലേക്ക് ഈ നിമിഷം അത്ഭുതകരമായി അങ്ങയുടെ ശക്തി വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവേ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ എൻ്റെ മേൽ അത്ഭുതകരമായി വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവേ, ആഗ്രഹിക്കുന്നു സ്ലീഹന്മാർ നിറഞ്ഞ പോലെ ശക്തിയേകി എന്നെ നയിക്കണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആഗ്രഹിച്ചോളൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ കണ്ണുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലത് കരം വലത് കണ്ണോടും ഇടത് കരം ഇടത് കണ്ണോടും ഒന്ന് ചേർത്ത് വെച്ച് ഈ കണ്ണുകൾ ഈ ഒരാഴ്ചക്കാലം വചനം കണ്ട കണ്ടാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട കണ്ണാണ്. ഇനി ഈ കണ്ണ് അശ്ലീലമായത് കാണാൻ, ലോകത്തിൻ്റെ ആസക്തികൾ കാണാൻ കർത്താവ് ഇടവരുത്തല്ലേ. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗമുള്ളവരുണ്ടാവും. ചില കാര്യങ്ങൾ കാണാൻ വീണ്ടും വീണ്ടും കണ്ണ് ആഗ്രഹിക്കും. പലതും കണ്ട് കണ്ട് നമ്മുടെ കണ്ണിൽ ദുരശക്തി കടന്നു വന്നിട്ടുണ്ട്. ഈവിൾ പ്ലഷർ കടന്നു വന്നിട്ടുണ്ടല്ലോ. ഈ സമയം പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഈ കണ്ണിലേക്ക് ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. വീണ്ടും വീണ്ടും കാണാനുള്ള തിന്മയുടെ ആസക്തിയെ ബന്ധിക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആഗ്രഹിച്ചു പാടോ. സ്ത്രീകന്മാരിൽ നിറഞ്ഞ പോലെ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ ചെവികളെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാം. വലത് കരം വലത് ചെവിയോടും ഇടത് കരം ഇടത് ചെവിയോടും ചേർത്ത് വെച്ച് എൻ്റെ ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച ഈ മണിക്കൂർ വരെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ കേട്ടു. എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം വരുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ. ഇനി ഒരിക്കലും ആ കേട്ട കാര്യങ്ങൾ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ലോകത്തിൻ്റെ കാര്യങ്ങൾ കേൾക്കാതിരിക്കാൻ, വചനം കേൾക്കാനും വായിക്കാനും പഠിക്കാനുമുള്ള കൃപ
വചനത്തിൻ്റെ അഭിഷേകം നിറയാനുള്ള കൃപ എൻ്റെ ഈ ചെവികളിലേക്ക് നിറയപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, എൻ്റെ ചെവികളെ ശക്തിപ്പെടുത്തണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ആഗ്രഹിക്കണം. സ്ത്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധ പരമമാ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യമേ ശിരസ് നമിച്ച് എന്നുമെന്നും അങ്ങേക്കാരാധന. ചേർന്ന് പാടിക്കൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ഒരിക്കൽ കൂടി പരിശുദ്ധ പരമമാ സ്വരമുയർത്തി ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്ക് ആരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ജോസഫ് പുനക്കെഴുത്ത്. ഞാൻ ഈ ബോൾഗാട്ടി സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക പള്ളിയിലെ കൈക്കാരനാണ്. അപ്പോൾ ഒരു വർഷമായിട്ടാണ് കൈക്കാരൻ പദവിയിലെത്തിയിട്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 3 പോപ്പുലർ വിഷൻ ധ്യാനം ഇവിടെ നടന്നെങ്കിലും 2 കൂടാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. എൻ്റെ ചെറുപ്പത്തിൽ നടന്ന ധ്യാനവും പിന്നെ 2011 ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പിന്നീട് ഈ വർഷം നടത്തുന്ന ധ്യാനത്തിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ സാധിച്ചു. അതിലുപരിയായിട്ട് ഇവിടെ കൈക്കാര സ്ഥാനത്തിരിക്കുന്ന സമയത്ത് തന്നെ ഈ ധ്യാനം കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജോണച്ചൻ്റെ ആത്മീയ തലത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ, ഇടവക ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും നല്ലൊരു പുത്തൻ ഉണർവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ധ്യാനം സംഘടിപ്പിക്കാൻ അച്ഛൻ സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാലാണെന്ന് ഞാൻ കരുതുന്നു. ധ്യാനം നല്ല രീതിയിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ധ്യാനത്തിലെ ഓരോ ശുശ്രൂഷകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം നടന്ന അനുതാപ ശുശ്രൂഷയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൗദാശ ജീവിതം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നതിനെ കുറിച്ചൊക്കെ അച്ഛൻ നല്ല രീതിയിൽ ധ്യാനിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ നമ്മളെ പാപം കാര്യങ്ങളും അനുഭവിക്കേണ്ട ആവശ്യകത വളരെ വ്യക്തമാക്കി തന്ന് അച്ഛൻ അത് നല്ല ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെയുള്ള ഓരോ ശുശ്രൂഷകളും നമ്മൾ കുട്ടികളെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ, അവരുടെ ഇന്നത്തെ അവസ്ഥ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ തലമുറ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി അവരുടെ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു അനുഭവമാണ് ഇതേപോലെ ധ്യാനം സംഘടിപ്പിക്കുക. ഇപ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് കൂടുതലായിട്ടെല്ലാം ഞാൻ പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അത് ഇന്ന് വളരെ ഈ കാലഘട്ടത്തിൽ വളരെ യോജിച്ച രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇത് കവർ ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിലൊരു ഉണർവ്, പ്രത്യേകിച്ച് ഈ നോയമ്പ് കാലത്ത് ഇങ്ങനൊരു ധ്യാനം കിട്ടിയതിന് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ജോണച്ചിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വല്ലാറോടത്ത് നടത്തേണ്ട ഒരു ധ്യാനമാണ് നമുക്കിവിടെ കിട്ടിയത്. അത് നമ്മുടെ ജനങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അച്ഛന് പ്രത്യേകം നന്ദി പറയുന്നു. ഒപ്പം തന്നെ ധ്യാനം നടത്തിയ എല്ലാ ധ്യാന ഗുരുക്കന്മാർക്കും വളരെയധികം നന്ദി.